ഹലോ, എല്ലാവർക്കും വളരെ സ്നേഹത്തോടെ നമ്മുടെ ഫാമിലിയിലേക്ക് വീണ്ടും സ്വാഗതം. കവീസ് ലൈഫ് സ്റ്റൈൽ. ഇന്ന് എൻ്റെ കണ്ണൊക്കെ ചുമന്ന് ഒരു മാറി ഇരിക്കുന്നത് പനിയാണ് കേട്ടോ. പനി മീൻസ് ഇന്നലെയൊക്കെ നല്ല പനി ഉണ്ടായിരുന്നു. ഇന്ന് കുറച്ച് പനിയൊക്കെ കുറഞ്ഞു, പക്ഷേ കണ്ണൊക്കെ കണ്ടോ ചുമന്നിരിക്കുകയാണ്. കോൾഡ് പിടിച്ച് മൂക്കൊക്കെ അടഞ്ഞിരിക്കും, അപ്പോൾ നല്ല ആവിയൊക്കെ പിടിച്ചിരിക്കുവാണ്. എങ്കിലും ഞാൻ വിചാരിച്ചു നാളെ ഞാൻ ഓണമല്ലേ, അപ്പോൾ നാട്ടിൽ പോവുകയാണ്, കൊല്ലത്ത് പോവുകയാണ്. അപ്പോൾ പോകുന്നതിന് പിന്നെ തിരിച്ച് വെനസ്ഡേ മോർണിംഗേ വരുള്ളൂ. അപ്പോൾ 2-3 ദിവസം വീഡിയോ ഇല്ലാതായി പോകുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. ശരി, ഓക്കെ, ഇന്നും കൂടെ ഒരു വീഡിയോ ഇട്ടാൽ പിന്നെ നമുക്ക് ബുധനാഴ്ചയോ വ്യാഴാഴ്ചയോ എപ്പോഴെങ്കിലും സമയം കിട്ടും പോലെ വീഡിയോ ഇടാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇന്നൊരു വീഡിയോ കൂടി ഇടാമെന്ന് വിചാരിച്ചത്. അത് മാത്രമല്ല, ഒരുപാട് പേര് കമൻസ് ഇട്ടേക്കുന്ന കണ്ടു ഈ ഒരു സ്പെസിഫിക് വീഡിയോയെ പറ്റി. കണ്ണ് എല്ലാവർക്കും ഭയങ്കര, ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ കണ്ണൊരു ഭയങ്കര കൺസേൺ ആണല്ലേ നമുക്ക് കണ്ണ്. ഒരുപാട് പേർക്ക് ഇങ്ങനെ ചുളിഞ്ഞിരിക്കും, അല്ലെങ്കിൽ ഭയങ്കര പഫി ഐസ്, ഇങ്ങനെ കണ്ണിന് താഴെയൊക്കെ ഇങ്ങനെ തൂങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള ഒരു വലിയൊരു പ്രോബ്ലം ഒരുപാട് പേര് ഫേസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനുള്ള കുറച്ച് മസാജസ്, അതായത് കണ്ണിന് ചുറ്റുമുള്ള കൊളാജൻ ഇമ്പ്രൂവ് ചെയ്യാനും പിന്നെ നമ്മുടെ നെറ്റിക്കും കൂടെ വേണ്ടിയിട്ട്, നമ്മുടെ നെറ്റിയും കണ്ണും റിലേറ്റഡ് ആണ് ആക്ച്വലി. നമ്മൾ നെറ്റിയിലും കൂടെ കുറച്ച് മസാജൊക്കെ ചെയ്ത് കൊടുക്കുമ്പോഴാണ് കണ്ണ് നല്ലതായിട്ട് എന്തു പറയുന്നത് ഡെവലപ്പായി വരുന്നത്. പിന്നെ ഇതൊരു മാന്ത്രിക ടെക്നിക്കോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും അല്ലല്ലോ. നമുക്ക് ഫേസ് മസാജ് എന്ന് പറയുമ്പോൾ നിങ്ങൾ പതുക്കെ റിലാക്സ് ആയിട്ട് പതുക്കെ ചെയ്താൽ മാത്രമേ അത് നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ടുള്ള റിസൾട്ട് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവരും ക്ഷമയോടുകൂടി ചെയ്യണം, ചെയ്താലേ നമുക്ക് റിസൾട്ട് കിട്ടുള്ളൂ. കുറേ നാൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണം. അതുകൊണ്ടാണ് നിങ്ങളുടെയൊക്കെ ആവശ്യപ്രകാരം ഞാൻ മാക്സിമം കുറച്ച് വീഡിയോസൊക്കെ ഇടാൻ ശ്രമിക്കുന്നത്. പിന്നെ നമുക്ക് ഇതുപോലുള്ള വീഡിയോസ് ഇടുമ്പം ചെറിയ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാൻ പറ്റുള്ളൂ. പിന്നെ നമുക്ക് ഫേസ് യോഗയുടെ എക്സ്ട്രാ ക്ലാസ്സസ് ഉണ്ട്. അതിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ, നമ്മൾ ഒരുമിച്ച് ഫേസ് യോഗ ചെയ്യുന്നത് പോലുള്ള ക്ലാസ്സസ് ഉണ്ട്. അത് ജോയിൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ ജോയിൻ ചെയ്യാം. പക്ഷെ അത് പെയ്ഡ് ആണ് കേട്ടോ. ഒരു മാസത്തേക്ക് 500 rupees നിങ്ങൾ പേ ചെയ്ത് മാത്രമേ ജോയിൻ ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ അറിയണം എന്നുണ്ടെങ്കിൽ താഴെ എൻ്റെ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്, മെസ്സേജ് അയക്കാം. അതുപോലെ തന്നെ നമ്മുടെ വർക്കൗട്ട് ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. വെയിറ്റ് ലോസ് വർക്കൗട്ട് ക്ലാസ് 100% ഗ്യാരണ്ടി. നിങ്ങൾ എത്ര തടിയുള്ളവരാണെങ്കിലും എന്താണെങ്കിലും നിങ്ങളുടെ വെയിറ്റ് പതുക്കെ കുറഞ്ഞിരിക്കും. ഡെഡിക്കേഷനായിട്ട് ചെയ്യാൻ പറ്റുവാണെങ്കിൽ അപ്പോൾ അങ്ങനെയുള്ളവരും ജോയിൻ ചെയ്യുക. എല്ലാം എൻ്റെ വാട്സപ്പ് നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ മെസ്സേജ് അയച്ചിരുന്നാൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് കണ്ണിന് പറ്റിയിട്ടുള്ള കുറച്ച്, കണ്ണിൻ്റെ കൊളാജൻ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റിയിട്ടുള്ള, അങ്ങനെ ഫേസിലും കൊളാജൻ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ചെറിയ മസാജിങ് ടെക്നിക്സ് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഫസ്റ്റ് വൺ, നമ്മൾ എന്ത് മസാജ് ചെയ്യുന്നതിന് മുമ്പും ഡെഫിനറ്റ് ആയിട്ട് നമ്മൾ ചെയ്യേണ്ടത് ചെറുതായിട്ടൊന്ന് ഓയിലോ മോയ്സ്ചറൈസറോ എന്തെങ്കിലും ഒന്ന് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കണം. അതും ഒരുപാടൊന്നും നിങ്ങൾ വാരി വലിച്ചിട്ട് കൊടുക്കുകയൊന്നും വേണ്ട. ജസ്റ്റ് കുറച്ച് ഓയിലെടുത്ത് കയ്യിൽ വെച്ചൊന്ന് ചൂടാക്കിയിട്ട് ഫേസിൽ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, നമ്മളിന്ന് അധികമായിട്ടും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് നമ്മുടെ കണ്ണിൻ്റെ അടിഭാഗത്തായതുകൊണ്ട് കണ്ണിനൊന്ന് നല്ലപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നെറ്റിയിൽ നമ്മൾ മസാജ് ചെയ്യുന്നുണ്ട്. കഴുത്ത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. എപ്പോഴും നമ്മൾ കഴുത്തിൽ എന്താ പറയുന്നത് മസാജിങ് ഓയിൽ ചെയ്ത് കൊടുത്തിട്ട് വേണം ചെയ്യാൻ. കാരണം നമ്മൾ എപ്പോഴും കഴുത്തൊക്കെയാണ് ഇങ്ങനെ മുകളിലേക്കും താഴേക്കും ഒക്കെ ആക്കുന്നത്. അതുകൊണ്ട് തന്നെ ഫേസ് മസാജ് ചെയ്യുമ്പോൾ കഴുത്തിൽ മസാജ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, എപ്പോഴും പ്രത്യേകിച്ച് നിങ്ങൾ കണ്ണിൻ്റെ അടിയിൽ, നിങ്ങൾ എവിടെ ആണെങ്കിലും കുഴപ്പമില്ല, പക്ഷേ കണ്ണിൻ്റെ അടിയിൽ മസാജ് ചെയ്യുമ്പോൾ നല്ല മോയ്സ്ചറായിട്ട് ഉണ്ടാകണം. എങ്കിൽ മാത്രമേ കണ്ണിനൊരു പ്രോബ്ലംസ് ഒന്നും ഇല്ലാതെ ഇരിക്കുള്ളൂ. ഓക്കെ, ഞാൻ കുറച്ചായിട്ട് പറഞ്ഞു തരാം. നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ നിങ്ങൾ ദിവസവും കുറച്ച് സമയം ഒപ്പിച്ച് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ എല്ലാവരും എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? വീഡിയോ ലൈക്ക് ചെയ്തിട്ട് സ്റ്റാർട്ട് ചെയ്യുക. ആ ലൈക്ക് ബട്ടണിൽ ഒന്ന് പ്രസ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുക. പിന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്തിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് വരും. ലൈക്ക് നിങ്ങൾ ചെയ്യുന്ന സമയത്ത് എനിക്കൊരു സന്തോഷം. നിങ്ങളെല്ലാവരും ഒരുപാട് പേര് ലൈക്ക് ചെയ്യുന്നതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ ഡെയിലി ആക്ച്വലി വീഡിയോസ് ഇടാനായിട്ട് ശ്രമിക്കുന്നത്. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്തിട്ട് കാണുക. ഓക്കെ, ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് നമ്മുടെ 2 വിരൽ, അതായത് മിഡിൽ ഫിംഗറും ഇൻഡെക്സ് ഫിംഗറും, ഇത് രണ്ടും നമ്മുടെ കണ്ണിൻ്റെ ഈ കോർണറിലായിട്ട് വെക്കുക. ഓക്കെ, അതിനുശേഷം ചെറുതായിട്ടൊന്ന് സൈഡിലേക്ക് വലിക്കുക. ഒത്തിരി അങ്ങ് ഭയങ്കരമായിട്ട് വലിക്കരുത്. ഭയങ്കര ചുമയാ. ഒത്തിരി അങ്ങ് വലിക്കരുത്. നിങ്ങൾ ചെറുതായിട്ട് ഒന്ന് സൈഡിലേക്ക് വലിക്കുക. എല്ലാവരും ഒന്ന് ക്ഷമിക്കണം കേട്ടോ, എനിക്ക് ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണേ. വലിച്ചതിന് ശേഷം കണ്ണിൻ്റെ താഴത്തെ ഭാഗം ഉണ്ടല്ലോ, ഈ അണ്ടർ ഭാഗം, അതിങ്ങനെ ഷ്രിങ്ക് ചെയ്യണം. എന്നിങ്ങനെ വലിച്ചതിന് ശേഷം നല്ലപോലെ ഷ്രിങ്ക് ചെയ്യുക. ക്ലോസ് ചെയ്യുന്ന മാതിരി ഷ്രിങ്ക് ചെയ്യുക, കണ്ണിൻ്റെ അടിഭാഗം മാത്രം. ഓക്കെ, നല്ല ഇൻഹെയിൽ ചെയ്തുകൊണ്ട് ഷ്രിങ്ക് ചെയ്യുക. ഒരു 10 seconds ഹോൾഡ് ചെയ്യുക, എക്സേൽ ചെയ്യുക. അതായത് വലിച്ചു പിടിക്കുക, റിലീസ്, വായിൽ കൂടി ശ്വാസം വെളിവിടുക. മനസ്സിലായില്ലേ? അത് ഇൻഹെയിൽ ചെയ്തുകൊണ്ട് കണ്ണ് ചുരുക്കുക, എക്സേൽ ചെയ്തുകൊണ്ട് റിലീസ് ചെയ്യുക. ഓക്കെ, കണ്ണ് നല്ല അണ്ടറായി നല്ല ഷ്രിങ്ക് ചെയ്യുക,
ഇൻഹെയിൽ ചെയ്ത് ശ്വാസം പിടിച്ച് വെച്ചിട്ട് ഒരു 10 സെക്കൻഡ്സ് നല്ലപോലെ സ്ട്രിങ്ക് ചെയ്ത് ഹോൾഡ് ചെയ്യുക. റിലീസ്. ഇത് ഞാൻ ഈ കാണിച്ചു തരുമ്പോൾ നമുക്ക് എത്രത്തോളം ഇതാണെന്ന് അറിയത്തില്ല. നിങ്ങൾ ചെയ്യുമ്പോൾ പതുക്കെ റിലാക്സ് ആയിട്ട് ചെയ്യണം. നല്ല ഡീപ്പ് ഇൻഹെയിൽ, കണ്ണ് നല്ല ചുരുക്കുക, സ്ലോലി എക്സെയിൽ, റിലാക്സ് ചെയ്യുക. ഓക്കെ, ഇതുപോലെ ഒരു 10 to 20 കൗണ്ട്സ് ചെയ്യണം. ആദ്യത്തെ ഒരു പ്രാവശ്യം കൂടെ ചെയ്യാൻ നമുക്ക്. നല്ലപോലെ വലിച്ചു പിടിക്കുക, കണ്ണ് നല്ല സ്ട്രിങ്ക് ചെയ്യുക, റിലീസ്. ഓക്കെ, ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. അടുത്ത സെക്കൻഡ് ഓരോ സ്റ്റെപ്പുകളും ഞാൻ എപ്പോഴും പറയും, വീണ്ടും വീണ്ടും പറയുന്നത് നിങ്ങൾ നമ്മുടെ മുഖമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഭയങ്കര മുഖമല്ലല്ലോ, മുഖം. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഭയങ്കര സ്ലോ ആയിട്ട് ചെയ്യണം. ഓക്കെ, നെക്സ്റ്റ് വൺ, നമ്മുടെ പിരികത്തിന്റെ സ്റ്റാർട്ടിങ് ഭാഗം ഉണ്ടല്ലോ, അവിടെ ടച്ച് ചെയ്യുക. ദെൻ നമ്മുടെ മൂക്കിന്റെ ഈ സൈഡിലായിട്ട് ഇതേപോലെ കൈവയ്ക്കുക. ഓക്കെ, നമ്മുടെ പിരികത്തിന്റെ സ്റ്റാർട്ട് ചെയ്ത കണ്ണിന്റെ പിരികത്തിന്റെ തൊട്ട് അടിഭാഗത്തിലായിട്ട് കൈവയ്ക്കുക. മൂക്കിന്റെ ഈ സൈഡിലായിട്ട് ഇവിടെ ആയിട്ട് ഇതേപോലെ വയ്ക്കുക. അതിനുശേഷം പിരികം ചെറുതായിട്ടൊന്ന് ഈ ഇൻഡെക്സ് ഫിംഗർ കൊണ്ടൊന്ന് പൊക്കി കൊടുക്കുക. ഒന്ന് പൊക്കി കൊടുത്തതിന് ശേഷം ക്ലോസ് യുവർ ഐസ്. നല്ല കണ്ണ് നല്ലപോലെ ക്ലോസ് ചെയ്യുക. അപ്പം നമുക്കൊരു സ്ട്രെച്ച് ഫീൽ ചെയ്യാൻ പറ്റും. ഒരു 10 സെക്കൻഡ്സ്. 1 2 3 4 5 6 7 8 9 10. റിലാക്സ് ചെയ്യുമ്പോൾ റിലീസ് ചെയ്യുമ്പോൾ നമ്മൾ ആ കയ്യിൽ വെച്ചേക്കുന്ന പിരികത്തിൽ വെച്ചേക്കുന്ന കൈ ഉണ്ടല്ലോ, അതും റിലീസ് ചെയ്യണം. ഓക്കെ, വൺസ് മോർ. കൈ നല്ലപോലെ ഇവിടെ വെക്കുക. അതിനുശേഷം നല്ല മുകളിലേക്ക്, അത് ഇൻഹെയിൽ എക്സെയിൽ ചെയ്തുകൊണ്ട് ചെയ്യണം കേട്ടോ. കൈ ഇവിടെ വെക്കുക. ഓക്കെ, സ്റ്റാർട്ട്. 1 2 3 4 5 6 7 8 9 10. റിലാക്സ്. അതായത് ചെറുതായിട്ട് മുകളിലേക്ക് ഉയർത്തി കണ്ണ് നല്ല സ്ട്രെച്ച് ചെയ്ത് അടയ്ക്കുക. അതിനുശേഷം പതുക്കെ ഓപ്പൺ ചെയ്യുക. മനസ്സിലായില്ലേ? ഇതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്. അടുത്തത് നമ്മുടെ മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്, കൈ രണ്ടും ഇവിടെ വെച്ച് കണ്ണ് ഇതേപോലെ കൈ ഇങ്ങനെ വെച്ചിട്ട് കണ്ണ് ഇതേപോലെ ക്ലോസ് ചെയ്യുക. കാണുന്നില്ലേ? ഇതേപോലെ ക്ലോസ് ചെയ്യുക. ക്ലോസ് ചെയ്തതിന് ശേഷം കണ്ണ് സൈഡിലേക്ക്, അതായത് ഇതേപോലെ സൈഡിലേക്ക് മുകളിലേക്ക് നമ്മുടെ ടെമ്പിൾ ഏരിയയിലേക്ക് പോയിട്ട് താഴേക്ക് വന്ന് നമ്മുടെ കോളർ ബോൺസിൽ അവസാനിപ്പിക്കുക. നമ്മുടെ ലിംഫാറ്റിക് ഡ്രെയിനേജ് ഒക്കെ പോകാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ വീണ്ടും കൈ ഇവിടെ വെക്കുക. കൈ ഇങ്ങനെ കണ്ണിൻ്റെ അടിയിൽ കൂടെ സൈഡിലേക്ക് മുകളിലേക്ക് പോയിട്ട് താഴേക്ക് മസാജ് ചെയ്യുക. ഓക്കെ, വീണ്ടും കാണിച്ചു തരാം. കൈ ഇതേപോലെ ഇവിടെ വെക്കുക. കൈ ഇങ്ങനെ സൈഡിലേക്ക് നല്ലപോലെ വലിച്ച് മസാജ് ചെയ്യുക. മസാജ് ചെയ്തതിന് ശേഷം താഴേക്ക്. ഓക്കെ, അഗെയിൻ 4. കണ്ണ് നല്ല സൈഡിലേക്ക് മസാജ് ചെയ്യുക. ടെമ്പിൾ ഏരിയയിലേക്ക് പോവുക. താഴേക്ക്. അഗെയിൻ 5. നല്ല സൈഡിലേക്ക് മസാജ് ചെയ്യുക. ടെമ്പിൾ ഏരിയയിലേക്ക്. താഴേക്ക്. അഗെയിൻ 6. നല്ല സൈഡിലേക്ക് മസാജ് ചെയ്യുക. ടെമ്പിൾ ഏരിയയിലേക്ക്. താഴേക്ക്. അഗെയിൻ 7. സൈഡിലേക്ക് മസാജ് ചെയ്യുക. അഗെയിൻ ടെമ്പിൾ ഏരിയയിലേക്ക്. താഴേക്ക്. 8. സൈഡിലേക്ക് മസാജ് ചെയ്യുക. ടെമ്പിൾ ഏരിയയിലേക്ക്. താഴേക്ക്. 9. സൈഡ് മസാജ്. ടെമ്പിൾ ഏരിയ. താഴേക്ക്. ലാസ്റ്റ് 1. 10. സൈഡിലേക്ക്. ടെമ്പിൾ ഏരിയ. താഴേക്ക്. ഇതെല്ലാം നിങ്ങൾ റിലാക്സ് ആയിട്ട് ചെയ്യണം. നല്ല ഇൻഹെയിൽ എക്സെയിൽ, ഇൻഹെയിൽ എക്സെയിൽ, അങ്ങനെ ഇൻഹെയിൽ എക്സെയിൽ ചെയ്തുകൊണ്ട് ചെയ്യുക. എപ്പോഴും നമ്മുടെ ബ്രീത്തിങ് നമ്മുടെ ഫേസിലേക്കുള്ള ബ്ലഡ് സർക്കുലേഷൻ നല്ല ഇമ്പ്രൂവ് ആക്കും. സ്കിന്നിന് നല്ല സ്കിൻ ടോൺ കൊടുക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും. ഓക്കെ, അപ്പോൾ അത് മനസ്സിലായല്ലോ. നെക്സ്റ്റ് വൺ, അടുത്തതെന്ന് പറയുന്നത് നമ്മുടെ താടി ഉണ്ടല്ലോ, താടിയുടെ ഈ ഭാഗം ഇതേപോലെ ഒന്ന് പിടിച്ചു വെക്കുക. ഒന്ന് ജസ്റ്റ് ഒന്ന് പിടിക്കുക. അതിനുശേഷം നമ്മുടെ ഈ 2 വിരൽ ഉപയോഗിച്ചിട്ട് ജോലായി നല്ല സ്ട്രെച്ചസ്, നല്ല പുഷപ്സ് മുകളിലേക്ക് പുഷ് ചെയ്ത് കൊടുക്കുക. നല്ല സ്ട്രോക്സ്. ആ സ്ട്രോക്സ് എന്ന് പറഞ്ഞാൽ നല്ല ഹെൽത്തി സ്ട്രോക്സ് ആയിരിക്കണം. ഇങ്ങനെ മുകളിലേക്ക് നല്ലപോലെ സ്ട്രോക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നല്ല നമ്മുടെ ഈ ഭാഗത്തൊക്കെ ഉള്ള സ്കിന്നൊക്കെ നല്ല ലൂസ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ടൈറ്റ് ആകാൻ വേണ്ടിയിട്ട് സഹായിക്കും. ഇവിടെ പിടിച്ചു കൊടുക്കുക. നല്ല മുകളിലേക്ക് സ്ട്രോക്ക് ചെയ്യുക. നല്ല സ്ട്രോക്ക്, നല്ല ഫാസ്റ്റ് സ്ട്രോക്ക് ആയിരിക്കണം. എനിക്ക് ഈ കൈ അത്ര ഏതോ അല്ല കേട്ടോ. എൻ്റെ ലെഫ്റ്റ് ഹാൻഡ് എനിക്ക് അങ്ങനെ അത്രയും ഫാസ്റ്റ് ആയിട്ട് വരത്തില്ല. പക്ഷേ എൻ്റെ റൈറ്റ് ഹാൻഡ് നല്ല ഫാസ്റ്റ് ആയിട്ട് വരുന്ന പോലെ എപ്പോഴും എനിക്ക് ലെഫ്റ്റ് ഹാൻഡ് ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റും. നിങ്ങളത് ഫാസ്റ്റ് ആയിട്ട് ഇതേപോലെ മൂവ് ചെയ്യുക കേട്ടോ. നല്ല ഫാസ്റ്റ് മൂവ് ചെയ്യുക.
ഇവിടെ ഒരു 20 കൗണ്ട്സ് ഇവിടെ മൂവ് ചെയ്തതിനു ശേഷം പതുക്കെ ഇവിടേക്ക് വെക്കുക കൈ. എന്നിട്ട് നമ്മുടെ ചീക്ക് ബോൺസ് നല്ല സ്ട്രോക്സ് ഇവിടെ വരെ കൊടുക്കണം കേട്ടോ. ഇവിടുന്ന് ഇവിടെ വരെ നല്ല മുകളിലേക്ക് നല്ല സ്ട്രോക്ക് കൊടുക്കുക. നമ്മുടെ ക്ലാസ്സിലുള്ളവർ വിഷമിക്കേണ്ട, നമുക്ക് ഡീറ്റെയിൽഡ് ക്ലാസ് ഇന്ന് നൈറ്റ് ഞാൻ ഇട്ട് തരാം കേട്ടോ. ഇന്ന് നമുക്ക് സാറ്റർഡേ ക്ലാസ് ഉണ്ടല്ലോ, നമുക്ക് ഈവനിങ് ഇട്ട് തരാം. അതിനുശേഷം പതുക്കെ ഇവിടെ വെക്കുക. നമ്മുടെ കണ്ണിൻ്റെ അടിഭാഗം എല്ലാം നല്ലപോലെ ഫാസ്റ്റ് ആയിട്ട് സ്ട്രോക്ക് ചെയ്യുക. ഞാൻ പറഞ്ഞു എൻ്റെ കൈക്ക് എത്ര ഒരു ഫാസ്റ്റ് വരാത്തതുകൊണ്ടാണ് ഞാൻ സ്ട്രോക്ക് ചെയ്യാത്തത്. നിങ്ങൾ നല്ല ഫാസ്റ്റ് സ്ട്രോക്ക്, ഓക്കെ, നല്ലപോലെ സ്ട്രോക്ക് ചെയ്യുക. അതിനുശേഷം നമ്മുടെ ടെമ്പിൾ ഏരിയ നല്ലപോലെ സ്ട്രോക്ക് കൊടുക്കുക മുകളിലേക്ക്. എല്ലാ സ്ട്രോക്സും മുകളിലേക്കാണ്. നമ്മുടെ ടെമ്പിൾ ഏരിയ സ്ട്രോക്ക് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ നെറ്റി ഇങ്ങനെ നല്ലപോലെ മുകളിലേക്ക് സ്ട്രോക്ക്, നല്ല അപ്വേർഡ് സ്ട്രോക്ക് നമ്മുടെ ഹെയർ ലൈൻസിലേക്ക് ഇതേപോലെ സ്ട്രോക്ക് ചെയ്ത് കൊടുക്കുക. നല്ല മുകളിലേക്ക് സ്ട്രോക്ക് ചെയ്യുക ഫാസ്റ്റ് ആയിട്ട് കേട്ടോ. നല്ല സ്ട്രോക്സ്. ഈ കൊളാജൻ ഭയങ്കരമായിട്ട് പ്രൊഡ്യൂസ് ആവും, നല്ല ബൂസ്റ്റപ്പ് ആകും നിങ്ങൾ ഇതേപോലെ സ്ട്രോക്സ് ചെയ്യുമ്പോൾ. നിങ്ങൾക്ക് എൻ്റെ ഫേസ് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റത്തില്ല. എൻ്റെ മുമ്പേ എൻ്റെ ഫേസ് കുറച്ചും കൂടെ ഒന്ന് ലൂസായിരുന്നു, പക്ഷെ ഇപ്പം എൻ്റെ ഫേസ് അങ്ങനെയല്ല. ഇപ്പം നമ്മൾ ഫേസ് യോഗ ക്ലാസ്സും കൂടെ ഉള്ളതുകൊണ്ട് കറക്റ്റായിട്ട് ക്ലാസ്സും കൂടെ എടുക്കുന്നതുകൊണ്ട് നല്ലപോലെ ഫേസ് ടൈറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ ഫേസ് യോഗ ക്ലാസ്സിലുള്ളവരൊക്കെ കമൻറ്റ് ചെയ്യൂ. നിങ്ങൾക്ക് ഫേസ് യോഗ ചെയ്തിട്ട് എന്തൊക്കെ റിസൾട്ട്സ് ഉണ്ടെന്നുള്ളത് നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യും കേട്ടോ. മറ്റുള്ളവർക്കും ഉപകാരമാകുമല്ലോ, എല്ലാവരും താഴെ കമൻറ്റ് ചെയ്യും. ഇനി അതേപോലെ തന്നെ നമ്മൾ അടുത്ത സൈഡും ചെയ്യണം. ഇങ്ങോട്ടേക്ക് വെച്ചിട്ട് ഫസ്റ്റ് ജോ ലൈൻസ് നല്ല ഫാസ്റ്റ് സ്ട്രോക്ക് ഉണ്ടോ. ഇതേപോലെ നല്ല ഫസ്റ്റ് ജോ ലൈൻസ് നല്ലപോലെ ഫാസ്റ്റ് ആയിട്ട് സ്ട്രോക്ക് ചെയ്യുക. നമ്മുടെ ചെവിയുടെ ഇവിടെ വരെ വരണം. നല്ല ഫാസ്റ്റ് സ്ട്രോക്ക്. ഒരു 20-25 കൗണ്ട്സ് സ്ട്രോക്ക് കൊടുക്കുക. അതിനുശേഷം ഇവിടെ വെച്ചിട്ട് ഇവിടെ ഇതേപോലെ വെച്ച് നല്ല ഫാസ്റ്റ് സ്ട്രോക്ക്, നല്ല ഫാസ്റ്റ് ആയിട്ട് സ്ട്രോക്ക് ചെയ്യുക. ബാക്കിലേക്ക് സ്ട്രോക്ക് ചെയ്യണം, നല്ല മുകളിലേക്ക്. അടുത്ത മൂക്കിൻ്റെ ഇവിടെ വെച്ചിട്ട് ഇവിടെ കണ്ണിൻ്റെ താഴത്തെ എല്ലെല്ലാം നല്ലപോലെ സ്ട്രോക്ക് ചെയ്യുക. മുകളിലേക്ക് നല്ല ഫാസ്റ്റ് ആയിട്ട് സ്ട്രോക്ക് ചെയ്യാം. നമ്മുടെ നെറ്റിയുടെ സൈഡ്, അത് നമ്മുടെ ടെമ്പിൾ ഏരിയ ഉണ്ടല്ലോ, ടെമ്പിൾ ഏരിയ. അതിനുശേഷം നമ്മുടെ നെറ്റി മുകളിലേക്ക് ഫൈൻ ലൈൻസ് എല്ലാം നമ്മുടെ നെറ്റിയുടെ ഹെയർ ലൈൻസിലേക്ക് നല്ലപോലെ മുകളിലേക്ക് മസാജ് കൊടുക്കാം. ഓക്കെ, 1 മിനിറ്റ് സമയമെടുത്ത് നിങ്ങൾ പതുക്കെ ചെയ്താൽ മതി കേട്ടോ. 1 മിനിറ്റ് സമയമെടുത്ത് നല്ല കണ്ണാടി നോക്കി പതുക്കെ ചെയ്യാം. നെക്സ്റ്റ് വൺ നമ്മൾ മുമ്പേ ചെയ്തില്ലേ, ഇങ്ങനെ ചെയ്തില്ലേ, കൈ ഇങ്ങനെ വെച്ചിട്ട് ചെയ്തില്ലേ, അതേപോലെ തന്നെ ഇങ്ങനെ നല്ലപോലെ കണ്ണിൻ്റെ അടിയിൽ കൂടെ സൈഡിലേക്ക് പോയി നമ്മുടെ ടെമ്പിൾ ഏരിയയിലേന്ന് ഇതേപോലെ സൈഡിലേക്ക്. ഓക്കെ, നല്ല കണ്ണിൻ്റെ അടിയിലൂടെ ഇങ്ങനെ സൈഡിലേക്ക് പോയി ടെമ്പിൾ ഏരിയയിൽ നിന്ന് ഹെയറിലേക്ക്. വീണ്ടും നല്ല ആ പോയിന്റ്സ് ഒക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ കറക്റ്റായിട്ട് എവിടെയാണ് അവസാനിപ്പിക്കുന്നത്, എവിടെയാണ് ആരംഭിക്കുന്നത് എന്നൊക്കെയുള്ള കറക്റ്റായിട്ട് നമ്മൾ ആ പോയിന്റ് സ്ട്രൈക്ക് ചെയ്താലാണ് നമുക്ക് നല്ല റിസൾട്ട് കിട്ടുക. അല്ലാതെ ചുമ്മാതെ ഫേസ് മസാജ് ചെയ്യുന്നവർ എന്നും പറഞ്ഞ് നോക്കിയിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് പല ഫേസ് മസാജ് വീഡിയോസിലും പലരും ചെയ്യുന്നത് എന്തൊക്കെയോ ഒരു വീഡിയോസ് ഇട്ട് ചുമ്മാ ഇതാണ് ഫേസ് യോഗ എന്ന്. അങ്ങനെയല്ല, ഫേസ് യോഗയിൽ ഒരുപാട് പോയിന്റ്സും ടെക്നിക്സും ഒക്കെ ഉണ്ട്. അത് കറക്റ്റായിട്ട് നിങ്ങൾ ആ പോയിന്റ് അറിഞ്ഞ് ചെയ്താലേ നമുക്ക് ആ റിസൾട്ട് കിട്ടുള്ളൂ. നമ്മുടെ വിരലുകൾ എവിടെയാണ് ടച്ച് ചെയ്യേണ്ടത്, ഏത് വിരലാണ് യൂസ് ചെയ്യേണ്ടത്, അതൊക്കെ കറക്റ്റായിട്ട് നമ്മൾ അറിഞ്ഞ് വേണം മസാജ് ചെയ്യാൻ. അപ്പോൾ ഈ ഒരു മസാജ് നല്ല ഹെയറിലേക്ക് ഇങ്ങനെ നല്ലതായിട്ട് ഇങ്ങനെ വലിച്ച് ഇട്ട് കൊടുക്കണം. ഓക്കെ, അപ്പോൾ അതും ഒരു 10 കൗണ്ട്സ് നിങ്ങൾ നല്ലപോലെ സൈഡിലേക്ക് മസാജ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ദെൻ നമ്മുടെ വിരൽ ഇതേപോലെ വെച്ചിട്ട് നമ്മുടെ നെറ്റിയുടെ സെൻറ്റർ ഭാഗത്ത് നിന്ന് മുകളിലേക്ക്, നമ്മൾ നെറ്റിക്കും കൂടെ ആണല്ലോ മസാജ് ചെയ്യുന്നത്, നെറ്റിയുടെ സെൻറ്ററിൽ നിന്ന് ഇതേപോലെ മുകളിലേക്ക് ഒരു ലൈൻ വെച്ച് ഇങ്ങനെ മസാജ് ചെയ്യുക. നല്ല മുകളിലേക്ക് മസാജ് ചെയ്യുക, സ്ട്രൈക്ക് ചെയ്യുക. ഒരു 10 കൗണ്ട്സ്. നമ്മുടെ നെറ്റി, കണ്ണ് ഇതൊക്കെ നല്ല ഹെൽത്തി ആയിട്ടിരുന്നാൽ തന്നെ നമ്മളെ കാണുമ്പോൾ കുറച്ച് നല്ല യങ്ങായിട്ടൊക്കെ ഉണ്ടാവും. ബോട്ടോക്സോ കാര്യങ്ങളോ ബോട്ടോക്സ് എന്ന് പറയുമ്പോൾ ഹെയറിന് മാത്രം ചെയ്യുന്നതല്ല കേട്ടോ, ഫേസിനും ചെയ്യുന്നതാണ് ചെയ്യുക. അതിനുശേഷം നെറ്റി 2 സൈഡിലേക്കും ഇതേപോലെ മസാജ് ചെയ്ത് കൊടുക്കുക. 2 സൈഡിലേക്ക് മസാജ് ചെയ്യുക. മസാജ് ചെയ്തതിന് ശേഷം ഇതേപോലെ താഴേക്ക് കൊണ്ടുവരാം. 2 സൈഡിലേക്ക് മസാജ് ചെയ്യുക, താഴേക്ക് കൊണ്ടുവരാം. 2 സൈഡിലേക്ക് മസാജ് ചെയ്യുക, താഴേക്ക്. ഇങ്ങനെ 2 സൈഡിലേക്ക് മസാജ് ചെയ്യുക, താഴേക്ക്. ഓക്കെ, ഇനി കണ്ണിൽ താഴെ ഇതേപോലെ വിരൽ ഉപയോഗിച്ച് നല്ല ടാപ്പ് കണ്ണിൻ്റെ താഴെ, കണ്ണ് ക്ലോസ് ചെയ്ത് വെച്ചിട്ട് കണ്ണിൻ്റെ താഴെ ഇതേപോലെ വിരൽ ഉപയോഗിച്ച് നല്ല റൗണ്ടായിട്ട് നമ്മുടെ കണ്ണിൻ്റെ ചുറ്റും ഇതേപോലെ റൗണ്ടായിട്ട് മസാജ് ചെയ്യുക. ഇത്രയും സ്റ്റെപ്സ് ആണെന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും അല്ല. വീഡിയോയുടെ ലെങ്ത് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്സ് മാത്രം ഇൻക്ലൂഡ് ചെയ്ത് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഓക്കെ, കൂടുതൽ വിവരങ്ങൾക്ക്, കൂടുതൽ ഫേസ് യോഗ ക്ലാസ്സിനെ കുറിച്ചൊക്കെ അറിയാനായിട്ടൊക്കെ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ മെസ്സേജ് അയച്ചിരുന്നാൽ മതി. കണ്ടോ, ആ ഫേസിൻ്റെ ഒരു
നല്ല ഒരു റിലാക്സേഷൻ കണ്ടോ. നമ്മൾ ഫേസ് മസാജ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ ഫേസിലേക്ക് നല്ല ബ്ലഡ് സർക്കുലേഷൻ വന്ന് ഫേസ് നല്ല റിലാക്സ് ആകും. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും അഡ്വാൻസ്ഡ് ഹാപ്പി ഓണം. ഇനിയിപ്പോൾ നമ്മുടെ വീഡിയോ വെനസ്ഡേ ഓർ തേഴ്സ്ഡേ ഉണ്ടാവുള്ളൂ. കൊല്ലത്തുള്ളവർക്ക് എല്ലാവർക്കും, എൻ്റെ വീട് ആക്ച്വലി കണ്ണനെല്ലൂർ എടുത്തിട്ടാണ്. അപ്പോൾ അവിടെ അടുത്തിട്ടുള്ള ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വരിക, നമുക്ക് കാണണമെന്ന് ആഗ്രഹമുള്ളവർക്കൊക്കെ വരാം കേട്ടോ. എല്ലാവർക്കും വരാം എൻ്റെ വീട്ടിൽ ഓണത്തിന്. എല്ലാവർക്കും വെൽക്കം, എല്ലാവർക്കും ഹാപ്പി ഓണം. ഓണമായിട്ട് നമ്മുടെ വർക്കൗട്ട് ക്ലാസ്സിലുള്ളവരും ഓണത്തിനെ കുറിച്ച് ഒന്നും ഓർത്ത് നിങ്ങൾ വിഷമിക്കേണ്ട. ധൈര്യമായിട്ട് നല്ല പോലെ 2 ദിവസം ഫുഡ് കഴിക്കൂ. അതായത് തിരുവോണം, അവിട്ടം 2 ദിവസം നല്ല ഭംഗിയായിട്ട് ഒരുപാട് കരിച്ചതും പൊരിച്ചതും മധുരമൊക്കെ ഒരുപാട് അതൊന്നും ഒഴിവാക്കിയിട്ട് നല്ല പോലെ അവിയലും തോരനും അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ നല്ലപോലെ കഴിക്കുക. എൻജോയ്. നമുക്ക് ലൈഫിൽ കിട്ടുന്ന ഇങ്ങനെ ആഘോഷിക്കാനുള്ള സമയങ്ങളൊക്കെ നിങ്ങൾ നല്ലപോലെ എൻജോയ് ചെയ്യണം. കാരണം നമ്മൾ എത്ര നാൾ ജീവിച്ചിരിക്കും, നമ്മുടെ ലൈഫ് എത്ര ഉണ്ടെന്നൊന്നും നമുക്ക് ആർക്കും അറിയില്ല. അപ്പോൾ നമ്മൾ എപ്പോഴും ലൈഫിനെ എൻജോയ് ചെയ്യാൻ പഠിക്കണം. സെൽഫ് ലവ്, കിട്ടുന്ന ചെറിയ ചെറിയ മൊമെന്റ്സ് ഒക്കെ നമുക്ക് ലൈഫിൽ എൻജോയ് ചെയ്യാൻ അല്ലെങ്കിൽ സെലിബ്രേറ്റ് ചെയ്യാനുള്ള മൊമെന്റ്സ് ഒക്കെ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ എല്ലാവരും സെലിബ്രേറ്റ് ചെയ്യുക, എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. വിഷമങ്ങളൊക്കെ, എല്ലാ വിഷമങ്ങളും എല്ലാവരുടെയും ഒരു നാൾ നമുക്ക് തീർച്ചയായിട്ടും മാറും. അപ്പോൾ നമ്മുടെ ഈ നല്ല നിമിഷങ്ങളൊക്കെ കടന്നു പോകരുത്. അപ്പോൾ അതുകൊണ്ട് എല്ലാ നിമിഷങ്ങളും നിങ്ങൾ എൻജോയ് ചെയ്യുക, ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക. നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം.